നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് പഠിക്കുക. ഓക്കെ, എന്താണ് ഷിയർ ഫോഴ്സ് എന്ന് മനസ്സിലാവണം. ഒരു ഡെഫിനിഷൻ നമ്മുടെ കൊടുക്കുന്നുണ്ട്. വാട്ട് ഈസ് ഷിയർ ഫോഴ്സ്? അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെഫിനിഷൻ ആദ്യം പറയാം, എന്നിട്ട് എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാം. ഇറ്റ്സ് എ സം ഓഫ് ദിസ് വെക്റ്റർ സം ഓഫ് forces acting either left side or right side of a particular section. അപ്പോൾ നമുക്ക് ഒരു ബീമലെ ഒരു സ്ട്രെസ് ഡയഗ്രാം അവൈലബിൾ ആണ്. ഇവിടെ ഓരോ ഫോഴ്സുകളാക്കിയാണ് F1, F2, F3 ഓരോ ഫോഴ്സുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ എവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണ്. സെക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലേ. അങ്ങനെ അവിടെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടാവും. ആ ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സമ്മായിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കി F3 ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം മറ്റേ സെക്ഷൻ 1 ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് 1 സെക്ഷനാണ്, ഫസ്റ്റ് സെക്ഷനാണെന്ന് വെച്ചാൽ വിൽ ബി ഈക്വൽ ടു F3 ഉണ്ടാവും. അതേസമയം അടുത്തൊരു സെക്ഷൻ എടുക്കാൻ നമുക്ക് ഇവിടെ സെക്ഷൻ എടുക്കാം. വെർട്ടിക്കൽ സെക്ഷനാണ് കേട്ടോ, വെർട്ടിക്കലായിട്ടുള്ള സെക്ഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ ഈ സെക്ഷൻ 2 ഇതിന് നമ്മൾ സെക്ഷൻ 2 എന്ന് വിളിക്കാം. ആ സെക്ഷൻ 2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി S2 എന്ന് പറയുന്നത് ഇതിന് ഈക്വലായിരിക്കും. ഇവിടെ ഫോഴ്സുകൾ ഏതൊക്കെ ഉണ്ട്? F2 ഉണ്ട്, F3 ഉണ്ട്. അപ്പോൾ എഴുതാം F2 + F3 എഴുതാം. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ സെക്ഷൻ 3 തേർഡ് സെക്ഷനാണ്. ഓക്കെ, അടുത്ത ഫോഴ്സ് എന്തായിരിക്കും? F1 + F2 + F3 ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ അതാണ് മീനിങ്. അപ്പം ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ വെക്റ്റർ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് either ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ് ഓഫ് ദ പർട്ടിക്കുലർ സെക്ഷൻ. ഇതിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ എന്ന് പറയാം ബീമിൽ. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ ഇതാണ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്യാൻഡിലിവറിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്യാൻഡിലിവറിൻ്റെ കേസ് എടുക്കുകയാണ്. ക്യാൻഡിലിവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് അവർ ബീം. ഈ ബീമിൻ്റെ 1 എൻഡ് ഫിക്സ്ഡ് ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ലോഡ് കൊടുക്കാൻ പോകും. ഒരു സിംഗിൾ ഫോഴ്സ്, ഒരു പോയിൻ്റ് കോൺസെൻട്രേറ്റ് ഫോഴ്സ് കൊടുക്കുകയാണ്, F കൊടുക്കുകയാണ്. സോ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട നമുക്കൊരു XY ആക്സിസ് വേണം. നമ്മൾ അതാണ് തുടങ്ങിയല്ലേ. ബേസിക്കലി ഒരു XY ആക്സിസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 1 എന്ന് വിളിക്കാം. എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ഫോഴ്സ് ഉണ്ട്? F ഉണ്ട് അല്ലേ. വേറെ ഫോഴ്സ് ഉണ്ടെന്നൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ Y ആക്സിൽ നമ്മൾ എപ്പോഴും ഷിയർ ഫോഴ്സാണ് റെപ്രസെൻറ്റ് ചെയ്യുക. X ആക്സിൽ അതിൻ്റെ സ്പാനും X, അതായത് ഇതാണ് ഫ്രീ എൻഡ് X = 0 പോയിൻറ്റ്. ഇവിടെ എത്തുമ്പോൾ Xൻ്റെ വാല്യൂ L എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്താ Xൻ്റെ വാല്യൂ കൂടി വരിക. അപ്പോൾ ആദ്യം നമ്മൾ ഏതോ ഒരു ആർബിട്രറി സെക്ഷൻ X എടുത്തു, ഏതോ ഒരു ദൂരത്തെ എടുത്തു. ആ സെക്ഷനിൽ നോക്കുവാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് നോക്കി F മാത്രമല്ലേ ആണ്. അപ്പോൾ F നേരെ ഇവിടെ മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോയിൻ്റ് ഇവിടെ കിട്ടും അല്ലേ. ഇതിൽ നമ്മൾ ഗ്രാഫ് X ആക്സിസ് വരയ്ക്കും. ഇവിടെ X ഡിസ്റ്റൻസ് എടുത്തു, അവിടെ ഫോഴ്സ് എത്ര F ആണെന്ന് മനസ്സിലായി. സോ നമ്മൾ Y ആക്സിൽ F മാർക്ക് ചെയ്യുന്നു. ഇനി അതേപോലെ ഞാൻ ഈ ലൈൻ എടുത്ത് ഈ സെക്ഷൻ എടുത്ത് എവിടെ കൊണ്ടുവന്നാലും ഇവിടെ ഒരു സെക്ഷൻ എടുക്കാൻ 2, അടുത്ത സെക്ഷൻ 2 എടുക്കാം. അത് മറ്റൊരു X ദൂരെയായിരിക്കും ഉണ്ടാവാം. അവിടെയും അവസ്ഥ എന്ത് തന്നെയാണ്? F ഫോഴ്സ് തന്നെയല്ലേ, വേറെ ഫോഴ്സ് ഒന്നുമില്ല. അങ്ങനെ അവിടെ F മാർക്ക്. അങ്ങനെ ഏത് സെക്ഷൻ എടുത്താലും നമുക്ക് ഇതേപോലെ F മാർക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ദിസ് അവർ ഷിയർ ഫോഴ്സ്. ഓക്കെ, ദിസ് അവർ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഒരു കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ ഇങ്ങനെയായിരിക്കും ഷിയർ ഫോഴ്സ്. ഇനി ഈ അറ്റത്ത് വരുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ വരുമ്പോഴത്തേക്ക് ഫോഴ്സ് റെഡ്യൂസ് ചെയ്ത് 0 വരും. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ F ഫോഴ്സ് താങ്ങാൻ ഒരു റിയാക്ഷൻ ഫോഴ്സ് എവിടെ വരുന്നുണ്ടോ അവിടെ ഉണ്ടോ. നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള ഇവിടെ നമ്മളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഫിക്സ് പോയിന്റ് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ മീനിങ് എന്താണ്? അവിടെ ഈ എക്സ്റ്റേണലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ടായിരിക്കും. സോ R will be equal to F ആയിരിക്കും. അപ്പോൾ അതിനെ പ്രത്യേകം നോക്കി, ഇത് ഡൗൺവേർഡാണ്, ഇത് അപ്വേർഡാണ്. അതുകൊണ്ട് ഇവിടെ വരെ പോസിറ്റീവ് വന്ന സാധനം മൈനസ് റിയാക്ഷൻ്റെ കൂടെ കൂടുമ്പോൾ എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു റെക്റ്റാങ്കിളായിട്ട് ഇരിക്കും കാൻഡിലിവറിൻ്റെ കേസിൽ. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് പോകും. ഞാൻ തൽക്കാലം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ടൈപ്പ് ഓഫ് ഫോഴ്സും കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാനും അതിൻ്റെ ബേസിൽ നമ്മൾ ഡയഗ്രാം